രാത്രിയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇടാൻ തോന്നൂലേ. അപ്പോൾ ഇന്ന് പൊറാട്ടയും ചിക്കനാണ് കേട്ടോ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കറി വയ്ക്കാനുള്ള പരിപാടിയിലാണ്. ഒരു കുക്കറിലാണ് കറി വയ്ക്കുന്നത്. കാരണം കുക്കറിൽ കറി വെച്ചാൽ വേഗമാകുമല്ലോ. അപ്പോൾ നമ്മൾ കുക്കറിലാണ് കറി വയ്ക്കുന്നത്. കുക്കറിൽ കുറച്ച് ചിക്കൻ ഇട്ട് അതിലേക്ക് സവാള, തക്കാളി, മല്ലിച്ചപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഈ പറഞ്ഞ പൊടികളൊക്കെ ഇട്ട് പിന്നെ ഒരു പേസ്റ്റ് ഇട്ട്, ഇത് ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന ഒരു പേസ്റ്റ് ആട്ടോ. അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വലിയ ജീരകം, കുരുമുളക് ഇത്രയും ഇട്ടിട്ട് ഉണ്ടാക്കുന്ന പേസ്റ്റാണ്. ഇത് ഞങ്ങളിവിടെ ഉണ്ടാക്കി വയ്ക്കാനാണ് കേട്ടോ പേസ്റ്റ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വയ്ക്കുക, വേവിക്കുക. ഇത്ര ഉള്ളി ചിക്കൻ കറി. ഇനി ഞാനിതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ വറുത്തിട്ട് അരച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ചിക്കൻ കറി നമുക്ക് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഇനി അടുത്ത പരിപാടിയാണ് നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം. അപ്പോൾ ചിക്കൻ ഫ്രൈയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ചിക്കൻ മസാല ഇട്ടു, കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടു, നമ്മുടെ ഈ പറഞ്ഞ പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് അവിടെ വെക്കാം. നന്നായിട്ട് ഒരുപാട് സമയം വെച്ചാൽ ഒന്നുകൂടി നന്നായിട്ട് മസാല പിടിക്കും. അപ്പോൾ നമുക്ക് ഇത്ര സമയം വെക്കാം. പിന്നെ അതാ ഒരു ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കൻ ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ആവട്ടെ. ഇതിന് നമുക്ക് പൊറോട്ടയും നല്ല ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്, ഇവിടെ ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇനി എന്തായാലും കണ്ടിന്യൂസ് ഇടാൻ നോക്കാം. ഇനി കുറച്ച് ബ്രേക്ക് എടുത്ത് വീഡിയോസ് ഇടാൻ, കുറച്ച് വീഡിയോസ് ഇടും പിന്നെ വീഡിയോസ് ഇടാം, അങ്ങനെ ഒരുപാട് ഗ്യാപ്പ് വരികയാണ് കേട്ടോ. ഇനി എന്തായാലും വീഡിയോസ് ഇടാൻ നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് അവിടെ പൊറോട്ടയും ചിക്കൻ കറി കഴിക്കട്ടെ. അച്ഛനൊക്കെ ഇരുന്നിട്ട് പൊറോട്ടയും ചിക്കൻ കറി കഴിക്കണം. അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.